നമസ്കാരം. അവർ ടി വി 24/7 ഓണത്തിൽ നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബിൻമൂസ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട മേരി തോമസ് ആണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഈ ചേച്ചിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഓണത്തെക്കുറിച്ച് ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ 48 വർഷത്തെ പ്രവാസ ജീവിതം അല്ലേ? ഈ 48 വർഷത്തെ പ്രവാസ ജീവിതവും ചേച്ചിയുടെ ഓണ ഓർമ്മകളും ഒക്കെയാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ചേച്ചിയുടെ അനുഭവങ്ങൾ നമുക്കറിയാൻ ആഗ്രഹിക്കുന്നത്. 1976 ഞാൻ അബുദാബിയിൽ എത്തിയത്, കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 48ാമത്തെ ഓണമാണിത്. 48ാമത്തെ ഓണം. നാട്ടിലത്തെ ഓണത്തെക്കാളിലും ഈ 48 വർഷവും അബുദാബിയിൽ ഞങ്ങൾക്ക് എന്നും ഓണം ഉണ്ടായിരുന്നു. നാട്ടിലത്തെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുടുംബമായിട്ട് അച്ഛനും അമ്മച്ചിയും മക്കളെല്ലാവരും, ഞങ്ങൾ 9 മക്കളാണ്. അപ്പോൾ 9 മക്കളും ഈ ഓർമ്മ വരുന്നത് ഇലയിട്ട ഊണും അന്നത്തെ ഇഷ്ടംപോലെ അറയ്ക്കകത്ത് നിറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്ക്, കൊച്ചുങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടുന്നതും ഊഞ്ഞാലാടുന്നതും. ഞങ്ങളുടെ മുന്നിൽ പുഴയാണ്, പമ്പ നദിയാണ്. അപ്പം ഒരു വെള്ളത്തിൽ ചാടിക്കുളിയും ഊഞ്ഞാലാട്ടവും അത്തപ്പൂവിടലും ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ആ പുഴത്തീരത്ത് ഞങ്ങളുടെ വീടിനടുത്ത് എല്ലാ വീടുകളിലും ഒരു 9-8 മക്കൾ ഉള്ള വീടുകളാണ് അന്നത്തെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത്. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ട് 8-9 കുട്ടികൾ. ഈ പിള്ളേരെല്ലാവരും കൂടെയാണ് ആറ്റിലോട്ട് ചാടുന്നത്. അത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഊഞ്ഞാലാടും, എല്ലാവരും കൂടെ കളിക്കുന്നതും. ഓണത്തെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വല്ലാത്ത എന്താ പറയുക, നൊസ്റ്റാൾജിയ. ആ ഒരു ഫീല് ഇപ്പോഴും ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ലോകത്ത് എവിടെ പോയാലും ഏത് മലയാളിയുടെ മനസ്സിനുള്ളിൽ ഉള്ളൊരു വികാരമാണ് അല്ലേ? അതൊരു വേറൊരു ഒന്നുമല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച കാലം തൊട്ട് എല്ലാ വർഷവും പുത്തനുടുപ്പിട്ട് ഇലയിൽ ഈ 21 കൂട്ടം സദ്യ ഒരുക്കി എല്ലാവരും കൂടെ ഒരു ആഘോഷമാണ്. ഞങ്ങൾക്കതല്ലാതെ വേറെ ചടങ്ങുകളൊന്നും നമ്മൾക്കൊന്നും, ഞങ്ങൾ ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചടങ്ങൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പം ചടങ്ങുകളുള്ളവരുണ്ട്, ചടങ്ങില്ലാത്തവരുണ്ട്, പക്ഷേ എല്ലാവർക്കും ഓണം ഒന്നാണ്. അതൊരു നമ്മളുടെ ഒരു ഓണം എന്നൊരു ഫീലാണത് അല്ലേ? ഇപ്പോഴും നമുക്ക് ആ ഫീലല്ലേ? ഓണം വരുമ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ അത്രയും തന്നെ ഭക്ഷണം, അത്ര തരം കറികളും ഉണ്ടാക്കി 21 തരം ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അതിലൊന്നും കുറയാൻ പാടില്ലല്ലോ. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ഓണാഘോഷങ്ങൾ തുടങ്ങി. ഓണം തീർന്നാലും ഡിസംബർ വരെയൊക്കെ ഈ ഓണാഘോഷം നീണ്ടുപോകുന്നതാണ് നമ്മുടെ പ്രവാസത്തിൽ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അതിനൊരു റീസണുണ്ട്. നമ്മൾ ഒന്നാമത് വീക്കെൻഡിലാണ് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്നത്. ഇപ്പം ISC ഉണ്ട്, സമാജമുണ്ട്, മലയാളി സമാജമുണ്ട്, KSC ഉണ്ട്, ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട്. എല്ലാം ബുക്ക്ഡ് ആയിരിക്കും വീക്കെൻഡിൽ. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഓരോ ആഴ്ച അടുത്ത ക്രിസ്മസ് വരെ ഇവിടെ ഓണം ആഘോഷിക്കും അല്ലേ? സാധാരണ പ്രവാസികളുടെ ഒരു പ്രത്യേകതയാണത്. നമ്മൾക്ക് തിയേറ്റർ സ്ഥലം കിട്ടണം, സ്ഥലം കിട്ടി ഇത്രയും പേർക്കുള്ള സദ്യ. പക്ഷേ എന്നെങ്കിലും നോക്കിയിട്ടില്ലേ, എന്നും അതേ തനതായിട്ടുള്ള രുചിയിൽ നമുക്ക് ആ സദ്യ കിട്ടും. ആ സദ്യക്ക് ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ആ പായസത്തിനും ആ ഓണത്തിൻ്റെ ഊണിനും ഒക്കെ അന്നത്തെ ഒരു. പിന്നെ പുത്തന് ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഒത്തിരി പണിക്കാരും, നമ്മൾ കുട്ടനാടല്ലേ, അപ്പോൾ കുട്ടനാടിൻ്റെതായിട്ടുള്ള ഞങ്ങളുടെ കൃഷിക്കാരും കൃഷിക്ക് നമ്മുടെ സഹായിക്കുന്നവരും ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പുത്തൻ ഡ്രസ്സ് കൊടുക്കുക, അവർക്കൊക്കെ ഊണ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചെറുപ്പകാലത്തെ എൻ്റെ ഓർമ്മയ്ക്കകത്തുണ്ട്. പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളത് രണ്ടാമത് ഇവിടെ ഓണം ആഘോഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ഒരു ഇല കിട്ടുക എന്ന് പറയുന്നത്, ഞാൻ വന്ന കാലത്ത് 76 76 അന്ന് ഇല കിട്ടുക, മുല്ലപ്പൂ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മലയാളി സമയത്തിൻ്റെ ലേഡീസ് വിങ്ങിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന സമയത്ത് അത്തപ്പൂവിൻ്റെ മത്സരങ്ങൾ, അന്നൊക്കെയാണ് ഇത് തുടങ്ങിയത്. പൂവിടൽ മത്സരങ്ങളും നമ്മൾ തുടങ്ങിയ ISCയിലെ മത്സരം ഉണ്ടായിരുന്നു, ILAയുടെ മത്സരമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾക്ക് കുറച്ച് 4-5 പേര് ചേർന്നിട്ട് നല്ല പൂവിടൽ മത്സരമൊക്കെ ആയിട്ട് അന്ന് തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുമല്ലേ? ശരിക്കും നാട്ടിനേക്കാളും കൂടുതലും ഈ പ്രവാസത്തിലാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ ആഘോഷങ്ങളും ഓണം മാത്രമല്ല. ഇപ്പം എല്ലാം പറയുമ്പോഴും നമുക്കൊക്കെ എനിക്ക് തോന്നുന്നു അതും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് ഒന്ന് ചേരാനും ഒരു കാര്യങ്ങൾ കൂടുതൽ പങ്കുവെക്കുക, ഒന്നും കൂടെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് നമ്മളാരും ഒന്നും കളയാറില്ല അല്ലേ? അതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ആഘോഷം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ ഞായറാഴ്ചയാണ്.
അതെ അതെ അതെ. അപ്പോൾ അവധിയും കൂടെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം എല്ലാവർക്കും വളരെ ശനി ഞായറും അവധിയാണല്ലോ. ശനി ഞായറുണ്ട്, വെള്ളി ശനിയും തൊട്ടിട്ട് അവധി തുടങ്ങുമല്ലോ, ആഘോഷം തുടങ്ങുമല്ലോ. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒരു മോളുടെ വീട്ടിൽ അല്ല ഒരു മോൻ്റെ അടുത്ത് ശനിയാഴ്ച, അടുത്തടുത്ത് ഞായറാഴ്ച, അങ്ങനെ 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 ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ ഓണത്തിൻ്റെ ചേച്ചിക്ക് ഏതെങ്കിലും പാട്ടുകൾ, ഈ സ്വാഭാവികമായിട്ട് ചേച്ചി ചെറിയ പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. അല്ല, പാട്ട് പാടും, പക്ഷേ ഇപ്പോൾ ഒന്നും പാട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അധികം എങ്കിലും ഓണം എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കുന്ന ഏത് പാട്ട്? മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന മാവേലിയും ആ ഓർമ്മ, ആ പാട്ട്, ഇതൊക്കെ തന്നെയാണ്. അതെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുഞ്ഞിലേ തൊട്ടിട്ട് ഓണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാബലി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു നമ്മളുടെ നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിൽ കള്ളവുമില്ല, ചതിയില്ല, കള്ളപ്പറയില്ല, എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം. എന്നെങ്കിലും ഷാജി നമുക്ക് അങ്ങനെ ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിൽ? അതൊരു മിത്താണോ, അതൊരു ഐതിഹ്യം മാത്രമായിരുന്നോ, അതോ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പം ഞാനിതെല്ലാം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്. കാരണം അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണോ ഇപ്പോഴും ആ ഒരു രാജ്യത്ത് തന്നെയാണോ ആ ഒരു നമ്മളിപ്പം താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോഴും ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇപ്പം എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഈ രാജ്യം ശരിക്കും അങ്ങനെ തന്നെയാണ്. ഈ രാജ്യത്ത് വന്ന് ഞാൻ ഇപ്പം 48 വർഷമായില്ലേ. എന്തുകൊണ്ടാണ് 48 വർഷമായിട്ട് 5 വർഷം കൊണ്ട് തിരിച്ചു പോകാൻ വന്ന ആളാണ് ഞാൻ. ഈ 5 വർഷം കഴിഞ്ഞ് 48 വർഷത്തിലെത്തിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ലെങ്കിൽ മാവേലി നാട് വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടം, അതായത് അന്നത്തെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ നമ്മളുടെ മനസ്സിലൊക്കെ എല്ലാവരും പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടല്ലോ. ആ ഒരു രീതിയിലുള്ളൊരു ജീവിതം നമ്മൾക്കിവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കാൻ കിട്ടുമ്പം പിന്നെ എന്തിനാ പിന്നെ പോയി കഷ്ടപ്പെടാൻ പോകുന്നെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമുക്ക് നീട്ടി പോകുന്നത്. ലോകത്തിന്റെ എവിടെ മലയാളി ഉണ്ടെങ്കിലും അവിടെ ഓണാഘോഷം ഉണ്ടെന്നാണ്. ലോകത്തിന്റെ ഏത്, ഇനിയിപ്പം ഗൾഫിലല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും ചെന്നാലും ഓണം ആഘോഷിക്കുന്ന ഒരു മലയാളി സമൂഹം ഞാൻ ഇന്നലെ കണ്ടു. മെട്രോ ഓസ്ട്രേലിയയിൽ മെട്രോ മലയാളം എന്നും പറഞ്ഞിട്ട് സ്റ്റേജ് മുഴുവൻ നിറച്ച് ഓണക്കോടിയൊക്കെ കൊടുത്ത് എല്ലാവരും കൂടി പാട്ടുപാടി അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഷാജി പറഞ്ഞത് നേരത്തെ അല്ലേ, എല്ലാം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. അത് ലോകത്ത് എല്ലായിടത്തും കുറേ സ്ഥലത്ത് തുടങ്ങി. ഇവിടെ ഇനിയിപ്പം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അടുത്ത ആഴ്ച തൊട്ടിട്ട്. ആ തുടക്കം എന്നും ഒരു സന്തോഷമാകട്ടെ. കുഞ്ഞു മക്കൾക്കും കഥകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു മക്കളും അത് ആഘോഷിക്കട്ടെ. എന്നും നമ്മൾ കേരളക്കാരും മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണം സന്തോഷമുള്ള ഒരു ഓർമ്മയായിട്ട്, വളരെ സന്തോഷം, സാഹോദര്യത്തിൻ്റെ ഒരു നിറവായിട്ട്, സാഹോദര്യത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾക്ക് സന്തോഷം സമാധാനമായിട്ട് ആഘോഷിക്കാനായിട്ട് എന്നും ഒത്തിരി ഒത്തിരി ഓണങ്ങൾ ആഘോഷിക്കാൻ നമുക്കെല്ലാം ഇടയാകട്ടെ. ബിൻമൂസ ട്രാവൽസിൻ്റെ ഞങ്ങളുടെ എല്ലാവിധ ആശംസയും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ബിൻമൂസ ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മേരി തോമസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ. താങ്ക് യു ചേച്ചി.